ഹലോ ഗൈസ്, ഇന്ന് നമ്മൾ ഒരു പഴയ ഷർട്ട് അപ്സൈക്കിൾ ചെയ്യാൻ പോവുകയാണ് കേട്ടോ. ഇതാണ് ആ പഴയ ഷർട്ട്. പക്ഷേ ഇത് ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ കാണാൻ ഭയങ്കര ഭംഗിയാണ്. ബട്ട് ഇത് ഓൾറെഡി ഞാൻ കുറേ തവണ ഇട്ടിട്ട് ഇങ്ങനെ പഴയതായിട്ടുണ്ടായിരുന്നു. ഞാനിത് പണ്ട് ഞാൻ വർക്ക് ചെയ്യുന്നൊക്കെ ഒരു സമയത്ത് SM സ്ട്രീറ്റിൽ നിന്ന് മേടിച്ചിട്ടുണ്ടായിരുന്ന ഷർട്ടാണ് കേട്ടോ. അന്ന് ഇതിന് ഒരു എറൗണ്ട് ഒരു 200 സംതിങ്ങോ അങ്ങനെ ഇങ്ങോട്ട് ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ആ ഷർട്ട് കണ്ടോ, ഷർട്ടിൻ്റെ ബാക്കിൽ ഇതുപോലൊരു ക്യാപ്പൊക്കെ വരുന്നുണ്ട്, ഒരു ഹുഡി പോലെയൊക്കെ വരുന്ന രീതിയിലൊരു ഷർട്ടാണ്. അത്യാവശ്യം നല്ല തിക്കായിട്ട് വരുന്നൊക്കെ ഉള്ള മെറ്റീരിയലാണ്. അപ്പോൾ ഞാനതിങ്ങനെയൊക്കെ കേട് വന്നിട്ടുണ്ടെങ്കിലും എടുത്ത് വെച്ചിരിക്കുകയായിരുന്നു കളയാണ്ട്. അപ്പോൾ ഞാനത് അഴിച്ചെടുക്കുകയാണ് കേട്ടോ. അതിൻ്റെ സ്ലീവാണ് ഇപ്പോൾ ഈ അഴിച്ചെടുക്കുന്നത്. ഞാൻ ആദ്യമൊക്കെ ഇങ്ങനെ ഈ കത്രിക വെച്ചിട്ട് ഇങ്ങനെ കട്ട് ചെയ്തിട്ടെടുക്കാൻ ട്രൈ ചെയ്യും. പക്ഷെ അതെനിക്ക് നടക്കില്ല എന്ന് കാണുമ്പോൾ ഞാൻ എളുപ്പ വഴിക്ക് ഇതുപോലെ കത്രിക എടുത്തിട്ട് അങ്ങോട്ട് അറഞ്ചം പുറഞ്ചം കട്ട് ചെയ്യാറാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ കട്ട് ചെയ്യണത്. സ്ലീവിൻ്റെ പോർഷൻ തുന്നഴിച്ചെടുക്കാൻ ഭയങ്കര റിസ്ക് ആയിരുന്നു. സോ ഞാൻ എന്ത് ചെയ്തു, വേഗം കത്രിക കൊണ്ടുവന്നിട്ട് ആ ഒരു സൈഡ് ഫുള്ളായിട്ട് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുക കേട്ടോ. കട്ട് ചെയ്തെടുക്കുന്ന സമയത്ത് നമ്മൾ എങ്ങനെയെങ്കിലുമൊക്കെ അങ്ങ് കട്ട് ചെയ്യാണ്ട് നല്ല നീറ്റായിട്ട് കട്ട് ചെയ്തെടുക്കാൻ ട്രൈ ചെയ്യുക. അതാകുമ്പോൾ നമുക്ക് ആ ഒരു പോർഷൻ ജസ്റ്റ് ഒന്ന് ലോക്ക് ചെയ്ത് കൊടുത്താലും നല്ല നീറ്റായിട്ടിരിക്കും. സോ ഞാൻ രണ്ട് സൈഡും ഇതുപോലെ സ്റ്റിച്ച് റിമൂവ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ സ്ലീവ് സെപ്പറേറ്റ് ആക്കിയിട്ടുണ്ട്. പിന്നെ അതിൻ്റെ നെക്ക് പോർഷൻ ഞാൻ ഉദ്ദേശിക്കുന്ന ആ ഒരു പാറ്റേണിന് വേണ്ടിയിട്ട് അതിൻ്റെ ഫ്രണ്ട് പോർഷൻ ഉണ്ടല്ലോ, ഫ്രണ്ട് പോർഷൻ ഇങ്ങനെ സ്ട്രെയിറ്റായിട്ട് കട്ട് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇത് ഏതാ പോർഷൻ എന്ന് മനസ്സിലായില്ല. ഞാൻ പറഞ്ഞില്ലേ ഈ ഷർട്ടിൻ്റെ ഏറ്റവും ടോപ്പ് പോർഷൻ ക്യാപ്പൊക്കെ വരുന്നുണ്ടെന്ന്. ആ ഒരു പോർഷനിൽ ഇതുപോലെ സ്ട്രെയിറ്റായിട്ട് അങ്ങ് കട്ട് ചെയ്ത് കൊടുക്കുക ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് രണ്ട് ക്ലോത്ത് കിട്ടും. പിന്നെ ഈ ഹുഡിയുടെ ഈ ഒരു ലൂപ്പ് അതൊക്കെ എനിക്ക് ആവശ്യമുണ്ട്. ഞാൻ എല്ലാ ഐറ്റംസും ഇൻക്ലൂഡ് ആക്കിയിട്ട് വീഡിയോ ചെയ്യാൻ ട്രൈ ചെയ്യാറുണ്ട് കേട്ടോ. എപ്പോഴും അപ്സൈക്കിൾ ചെയ്യുന്ന സമയത്ത് നമുക്ക് ആ ഒരു ഷർട്ട് ആ ഒരു കിട്ടുന്ന ആ ഒരു മെറ്റീരിയൽ എന്തൊക്കെയാണോ ഉള്ളത് അതൊക്കെ ഞാൻ ഇൻക്ലൂഡ് ചെയ്യാൻ ഞാൻ ട്രൈ ചെയ്യാറുണ്ട് കേട്ടോ. അങ്ങനെ ട്രൈ ചെയ്തിട്ടാണ് ഈ ലൂപ്പ് എടുത്ത് വെച്ചത്. ആ ലൂപ്പ് നമുക്ക് സ്ലീവായിട്ട് വരുന്ന രീതിയിൽ ഇത് കണ്ടോ, ഇങ്ങനെ ഒരു സ്ട്രാപ്പ് പോലെ വരുന്ന രീതിയിൽ കൊടുത്ത് ചെയ്യാമല്ലോ. അങ്ങനെ ഞാൻ എടുത്ത് വെച്ചാണിത്. സോ നമ്മളത് അങ്ങനെ വെച്ചിട്ട് ഇവിടെ സ്റ്റിച്ച് ചെയ്തിട്ട് എടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് എത്രയാണോ ആ ഒരു ടോപ്പിന് ലെങ്ത്ത് വേണ്ടത് അതിനനുസരിച്ചിട്ടൊക്കെ ഞാൻ മെഷർമെൻറ്റ്സ് എടുക്കാം. ഞാൻ ടോപ്പ് ലെങ്ത്ത് ഞാൻ 16 ആക്കിയിട്ടാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ 16 ഞാൻ അവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ അതിൻ്റെ സ്ലീവ് പോർഷനാണ്. സ്ലീവും ഞാനൊന്ന് ട്രിമ്മൊക്കെ ചെയ്ത് അത് ഒന്ന് ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുണ്ട് രണ്ട് സൈഡും. അപ്പോൾ ഓപ്പൺ ചെയ്ത സമയത്ത് ഇത് കറക്റ്റ് അല്ലായിരുന്നു. സോ ഞാൻ അതിൻ്റെ ലെവൽ അനുസരിച്ച് കട്ട് ചെയ്ത് കൊടുക്കുകയാണ്. അത് വെച്ചിട്ട് ഇനി എന്ത് ചെയ്യുന്നു, ഇനിയാണ് ഞാൻ പ്ലാൻ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എല്ലാം നമുക്ക് കിട്ടുന്ന മെറ്റീരിയൽസൊക്കെ ഇങ്ങനെ എടുത്ത് വെക്കുകയാണ്. ഇതിപ്പോൾ ഞാൻ ടോപ്പ് കട്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ ടോപ്പിൻ്റെ ലെങ്ത്ത് കട്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ ബാലൻസ് വന്ന പീസാണ്. അപ്പോൾ അത് വെച്ചിട്ട് ഞാൻ ബോ ചെയ്യാനുള്ള ഒരു ഇതിലാണ്. ബോ ചെയ്താൽ റെഡി ആയിരിക്കുമോ എന്നുള്ള രീതിയിൽ ഞാൻ നോക്കുന്നതാണ് കേട്ടോ. ഇതിപ്പോൾ ഞാൻ ബോ പോലെ ഒന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കിയാണ്. ജസ്റ്റ് ഇതുപോലെ ഒന്ന് ചുരുക്കിട്ടെടുത്തിട്ട് ഇങ്ങനെ രണ്ട് സൈഡൊന്ന് കൂട്ടി പിടിച്ചാൽ മതി. ഞാൻ എപ്പോഴും ഭയങ്കരമായിട്ട് പ്ലാൻ ചെയ്തിട്ടൊന്നല്ല കേട്ടോ അപ്സൈക്കിൾ ചെയ്യാറ്. നമുക്ക് അപ്പോൾ എന്താണോ മൈൻഡിൽ വരുന്നത് അതനുസരിച്ച് അങ്ങ് പ്ലാൻ ചെയ്യലാണ്. ഇത് പിന്നെ ആ സ്ലീവിൻ്റെ താഴെ വരുന്ന കഫില്ലേ, കഫ് പോർഷനാണ്. അതും ഞാൻ കട്ട് ചെയ്ത് എടുത്തിട്ട് മാറ്റി വെക്കുന്നുണ്ട് കേട്ടോ. രണ്ട് സ്ലീവും ഞാൻ ഇതുപോലെ ഇങ്ങനെ ഒരു കോൺ ഷേപ്പിൽ കട്ട് ചെയ്തിട്ടുണ്ട്. അതെന്തിനാണെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. അത് ഞാൻ ഉദ്ദേശിച്ചത്, നമ്മൾ ബോ ചെയ്തില്ലേ, ബോയുടെ അടിയിലായിട്ട് ഇങ്ങനെ തൂക്കിയിടാവുന്ന രീതിയിൽ അങ്ങനെ ചെയ്താലോ എന്നെനിക്കൊരു ഐഡിയ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ട് ഒരു ഏകദേശം ഒരു കോണായിട്ട് വരുന്ന രീതിയിൽ തന്നെ ആയിട്ട് അത് കട്ട് ചെയ്തെടുക്കുന്നത്. ഇത് നിങ്ങൾക്ക് ഇപ്പോൾ ഇങ്ങനെ കണ്ടാൽ മനസ്സിലാവുന്നുണ്ടാവില്ല, കുറച്ചുകൂടി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തായാലും അത് മനസ്സിലാവും. ഇതുണ്ടോ, അത് ഞാൻ ബോ പോലെ ഒന്ന് സെറ്റ് ചെയ്ത് നോക്കിയതാണ്, ഓക്കെ ആയിരിക്കുമെന്ന്. എന്നിട്ട് ആ വലിയ പീസാണ് ആ ബോയുടെ താഴെ ഞാൻ വെച്ചിട്ടുള്ളത്, വേറെ ഒരു വലിയൊരു ടൈ പോലെ വരുന്ന രീതിയിൽ. എന്നിട്ട് ഞാൻ ആ ഒരു പീസുകളൊക്കെ നമ്മളിപ്പോൾ കട്ട് ചെയ്തെടുക്കില്ലേ ചെയ്യുക. അപ്പോൾ ആ കട്ട് ചെയ്തതിൻ്റെ സൈഡ് ഫുൾ എല്ലാ പീസുകളും സ്റ്റിച്ച് ചെയ്യാനുണ്ടായിരിക്കും. അപ്പോൾ ഇതുപോലെ എല്ലാ പീസുകളും ഞാൻ അതിൽ നിന്ന് എടുത്തിട്ട് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. 4 സൈഡും ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തു. ഇതിപ്പോൾ അതിൻ്റെ സ്ലീവ് പോർഷനാണ്. ആ സ്ലീവിൻ്റെ അവിടെയും ജസ്റ്റ് ഒന്ന് സ്റ്റിച്ച് ചെയ്തു, താഴെ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. ആ മേലത്തെ പോർഷൻ, അതായത് നമ്മൾ ആ ഒരു ബോ വയ്ക്കണം, ഈ മുകൾ ടോപ്പ് പോർഷൻ ഇല്ലേ, ടോപ്പ് പോർഷൻ്റെ ആ ഒരു പോർഷനും ഞാൻ സ്റ്റിച്ച് ചെയ്തെടുത്തു.
അങ്ങനെ എല്ലാ സൈഡും നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു ബോയും എല്ലാം ഞാൻ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തു കേട്ടോ. എന്നിട്ട് പോക്കറ്റ് മാറ്റി വെച്ചിട്ട് നമ്മൾ ആ ബോ സ്റ്റിച്ച് ചെയ്തല്ലോ, ഹെം സ്റ്റിച്ച് ചെയ്ത ബോ ഇതുപോലെ ഇങ്ങനെ പ്ലീറ്റ്സ് ആക്കിയിട്ട് എടുത്ത് വെക്കുക ചെയ്തിട്ടുള്ളത്. എന്നിട്ട് പിന്നെ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് തുന്നി കൊടുക്കുക ചെയ്യുന്നത്. അതായത് ഇത് ഇത്രയും കട്ടി വരുന്നുണ്ട്, നമുക്ക് എൻ്റെ ചെറിയ മെഷീനാണ്, ആ മെഷീനിൽ എനിക്കിത് ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റില്ല. അപ്പം ഞാൻ അധികം ഇങ്ങനെ കട്ടി വരുന്ന സാധനങ്ങളൊക്കെ ഇങ്ങനെ നൂലും സൂചി എടുത്തിട്ട് തുന്നിയെടുക്കാറാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ ബോ അതുപോലെ തന്നെ ഞാൻ ഇപ്പോൾ ഈ കാണിക്കുന്നത് പോലെ തുന്നിയാണ് എടുക്കുന്നത്. അപ്പോൾ നമുക്ക് അതിൻ്റെ കറക്റ്റ് ഷേപ്പിലനുസരിച്ച് നിൽക്കും ചെയ്യും, അവിടെ പെർഫെക്റ്റ് ആയിട്ട് അവിടെ നിന്നോളും. അങ്ങനെ ഞാൻ ബോ ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ആ സ്ലീവിൻ്റെ കഫ് പോർഷൻ വെട്ടിയെടുത്ത ഓർമ്മയുണ്ടോ, അത് ഈ ബോൻ്റെ സെൻറ്ററിലായിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ ബോ സെറ്റായിട്ടുണ്ട്. ഒരു അതായത് കഫ് പോർഷനും ഒക്കെ കൊടുത്ത് സെറ്റാക്കി. പിന്നെ നമ്മൾ കട്ട് ചെയ്ത് മാറ്റി വെച്ചില്ലേ ഈ കാണുന്നത്, അത് നമ്മൾ സ്ലീവിന് വെച്ചിട്ടുണ്ടായിരുന്നു, സ്ലീവിൻ്റെ അവിടെ നിന്ന് കട്ട് ചെയ്തതായിരുന്നു, ഓർക്കുന്നുണ്ടോ? അതിപ്പോൾ ഞാൻ ആ വരച്ചിൽ ഇവിടെ വെച്ചുകൊടുത്ത് ആ ബോൻ്റെ താഴെ വരുന്ന രീതിയിൽ വെച്ചിട്ട് അങ്ങ് സ്റ്റിച്ച് ചെയ്തെടുക്കുക ചെയ്യുന്നത്. അപ്പോൾ ഒരു ചെറിയ ബോയും ബോയ്ക്ക് ഒരു ടെയിൽ പോലെ കുറച്ച് വലിയ രീതിയിൽ താഴത്തേക്ക് ഹാങ് ആയിട്ട് നിൽക്കുന്ന രീതിയിൽ തോന്നുന്ന രീതിയിൽ, ഇതാണ് അതിൻ്റെ ഫൈനൽ ലുക്ക് വരുന്നത്. ഭയങ്കര സിമ്പിളാണ് കേട്ടോ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട്, അത്ര ഒരു റിസ്ക്കും വരുന്നില്ല. സിമ്പിൾ എന്ന് പറഞ്ഞാൽ സിമ്പിളാണ്, എല്ലാവർക്കും ചെയ്ത് നോക്കാൻ പറ്റുന്ന കേട്ടോ. ഇതുപോലെ ഒരു ഷർട്ടൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് ചെയ്യുക.